മുതിർന്ന ഉദ്യോഗസ്ഥർ വരാനുണ്ട് എന്നാണ് ഡൽഹി പോലീസ് അറിയിക്കുന്നത്. അല്പസമയത്തിനകം ഇതിന്റെ ഔദ്യോഗിക വിശദീകരണം കിട്ടുമെന്നാണ്. മനു, എന്തായാലും രാജ്യ തലസ്ഥാനത്തെ ഈ സ്ഫോടനം രാജ്യത്ത് മുഴുവനും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നതിന് കാരണമാക്കിയിരിക്കുകയാണല്ലോ. അയോധ്യയിലും ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണല്ലേ? അതെ, അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ വിഷയം നേരിട്ട് നിരീക്ഷിക്കുന്നുണ്ട് എന്ന വിവരം അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. ഡൽഹി പോലീസ് കമ്മീഷണറുമായി അടിയന്തരമായി സംസാരിച്ചു. NSGയുടെയും നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സിൻ്റെയും NIAയുടെയും സംഘങ്ങൾ പല ഇടങ്ങളിൽ അലർട്ടായിട്ടുണ്ട്, ഡൽഹിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റുകൾ വന്നിട്ടുണ്ട്. IB ഡൽഹി വിഷയത്തിൽ പരിശോധനകൾ നടത്തുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഇത് ടെറർ അറ്റാക്ക് ആണോ എന്ന ഒരു ആശങ്കയ്ക്ക് അത് സംശയം വല്ലാതെ ബലപ്പെടുന്നുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ നമുക്ക് ലഭിച്ച വിവരമനുസരിച്ച് വാഹനം യാദർശികമായി പൊട്ടിത്തെറിച്ചതാണെന്നുള്ള വിവരമാണ് ആദ്യഘട്ടത്തിൽ വന്നത്. പക്ഷേ പിന്നീട് പോലീസിൽ നിന്ന് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും പോലീസ് പിന്നീട് പ്രവർത്തിക്കുന്ന ഒരു രീതി വേറെയാണ്. എല്ലായിടത്തും നിർദ്ദേശങ്ങൾ നൽകുന്നു. മാത്രവുമല്ല, ഇപ്പോൾ നമുക്ക് അവിടുന്ന് ചില പോലീസിൽ നിന്ന് ലഭിക്കുന്ന ചില വിവരങ്ങൾ അനുസരിച്ച് ഒരു വ്യക്തിയെ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്ന വിവരം വന്നിട്ടുണ്ട്. അപ്പോൾ ഇയാൾ ആ പൊട്ടിത്തെറിച്ച വാഹനത്തിന് സമീപത്ത് നിന്നാണ് ഇദ്ദേഹത്തെ കണ്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ടെറർ അറ്റാക്ക് ആണോ? CNN ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇതൊരു ഭീകരാക്രമണമാണ് എന്ന രീതിയിൽ തന്നെയാണ്. ഒരാളെ സംശയിക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകളും വരുന്നുണ്ട്. കാറിനുള്ളിൽ അയാൾ ഉണ്ടായിരുന്നു എന്നുമാണ്. IED ബ്ലാസ്റ്റ് എന്ന രീതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വിവരം. എന്തായാലും ഡൽഹി പോലീസിൽ നിന്ന് കൂടുതൽ സ്ഥിരീകരണം പ്രതീക്ഷിക്കാം. അതിനുവേണ്ടിയാണ് ഡൽഹി പോലീസ് ഇത്രയും സമയം കാത്തുനിന്നത്. ഡൽഹി പോലീസിന്റെ സ്ഥിരീകരണത്തിലേക്ക് വരികയാണ്. आज करीब 6:52 पे एक यहाँ पे रेड लाइट पे एक स्लो मूविंग व्हीकल जो रेड लाइट की तरफ आके रुका था, उसमें एक ये एक्सप्लोजन हुआ है। उस वक्त गाड़ी के अंदर जो पैसेंजर्स उसके अंदर ही थे और इस एक्सप्लोजन से जो है आसपास की गाड़ियों में भी क्षति हुई। जैसे ही इसकी खबर मिली, हम सारी एजेंसीज जो है दिल्ली पुलिस, FSL, NIA, NSG, उनकी टीम्स यहाँ पे आ चुकी हैं और हालात का जायजा भी ले रही है। हर तरीके से इस जो है एक्सप्लोजन के बारे में जांच की जा रही है और जल्दी ही इसका आकलन करके इसका जो भी रिजल्ट निकलेगा वो आपको बताया जाएगा। इस इंसिडेंट में कुछ लोग को इंजरीज भी आई हैं और कुछ लोगों की डेथ भी हुई है, तो वो अभी हालात का जायजा लिया जा रहा है और एग्जैक्ट फिगर्स जो हैं आपको कुछ ही देर में बता दी जाएंगी। और सिचुएशन को रेगुलरली मॉनिटर किया जा रहा है और गृह मंत्री जी भी जो है उनसे रेगुलरली उनका फ़ोन भी आया था, उनको रेगुलरली ब्रीफ किया जा रहा है और उनको टाइम टू टाइम पूरी सूचना दी जा रही है और आगे जैसे भी हालात होंगे, जो भी नतीजा निकलेगा आपको बताया जाएगा। अभी इसको आकलन किया जा रहा है। അന്വേഷണം തുടരുകയാണെന്നാണ് ഡൽഹി പോലീസിന്റെ ആദ്യ സ്ഥിരീകരണം വന്നിരിക്കുന്നത്. അതേസമയം ഇതൊരു വളരെ സാവധാനം സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു കാറാണ്. റെഡ് ഫോർട്ടിന് സമീപമാണ് ഈ കാർ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. അപ്പോഴാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായത് എന്നുള്ളതാണ്. സ്ഫോടനം എന്ന് തന്നെയാണ് പറയുന്നത്. ഇത് സാങ്കേതികമായ എന്തെങ്കിലും തകരാർ എന്നതിലേക്ക് ഡൽഹി പോലീസ് വരുന്നില്ല. പകരം ഇത് ആസൂത്രിതമായ ഒരു സ്ഫോടനം എന്ന രീതിയിലേക്കൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനാൽ തന്നെയാണ് ഔദ്യോഗികമായിട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ സ്ഥിരീകരണങ്ങൾ വരാത്തത്. പക്ഷേ ഡൽഹി പോലീസിൽ നിന്നുള്ള വിവരങ്ങൾ വെച്ച് തന്നെ നോക്കുമ്പോൾ ഇത് ഒരു ആസൂത്രിതമായ സ്ഫോടനം എന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പോസിബിൾ IED അറ്റാക്ക് എന്ന രീതിയിലാണ്. മനു, ആ രീതിയിലുള്ള വാർത്തകളാണല്ലോ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് അതുകൊണ്ട് തന്നെയാണല്ലോ സ്ഥിരീകരണത്തിന് വൈകുന്നത്. അതെ, ഇത് പോലീസ് ആദ്യഘട്ടത്തിൽ ഇത് ഭയപ്പെടേണ്ട ആശങ്കയില്ല എന്നൊക്കെ പറയുമ്പോഴും പോലീസ് മറ്റൊരു വശത്തു കൂടി വളരെ വളരെ ശക്തമായി ആക്ട് ചെയ്യുന്നതിൻ്റെ ഒരു ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. ബോംബെയെ അറിയിക്കുന്നു, UPയെ അറിയിക്കുന്നു, അയോധ്യയിൽ പെട്ടെന്ന് പോലീസ് സേനയെ വിന്യസിക്കുന്നു. ഇവിടെയും NSG കമാൻഡോകൾ വരുന്നു. ആഭ്യന്തര മന്ത്രി അമിത്ഷാ ഡൽഹി പോലീസ് ചീഫുമായി സംസാരിക്കുന്നു. അങ്ങനെ പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ നേരിട്ട്
കാര്യങ്ങൾ ധരിപ്പിക്കുന്നു. പ്രധാനമന്ത്രി ഇത് അന്വേഷിക്കുന്നു. NSG NIA ടീമുകളെ അങ്ങോട്ടേക്ക് അയക്കുന്നു. അപ്പോൾ അയോധ്യയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അതീവ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. രാജ്യ തലസ്ഥാനത്തുണ്ടായ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ അതീവ സുരക്ഷയാണ് അയോധ്യയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഡൽഹി പോലീസ് ഇപ്പോഴും ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം നൽകാത്തതിന് കാരണം റെഡ് ഫോർട്ടിന് സമീപം ഉണ്ടായത് ആസൂത്രിതമായ ഒരു സ്ഫോടനമാണ് എന്നുള്ള വിവരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനാലാണ് ഇത് അപകടമാണ് എന്നുള്ള രീതിയിൽ ആദ്യം വാർത്തകൾ വന്നുവെങ്കിലും ആദ്യം ആ രീതിയിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന രീതിയിൽ വാർത്തകൾ വന്നെങ്കിലും അത്തരത്തിൽ ആഭ്യന്തര മന്ത്രാലയം ഇതൊരു ഭീകരാക്രമണമാണ് എന്ന രീതിയിലേക്ക് നിങ്ങൾ വാർത്തകൾ കൊടുക്കരുത് എന്ന നിർദ്ദേശം നൽകിയെങ്കിലും പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറുകയാണ്. ആസൂത്രിതമായ ഒരു സ്ഫോടനം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.